പ്രിയ രാമഭക്തരെ, ഞാനിരിക്കുന്നതിൻ്റെ ഈ തൊട്ടു പുറകിലേക്ക് നിങ്ങൾ നോക്കൂ. ഒരു സ്ത്രീ കിടക്കുന്ന ശിരസ്, മൂക്ക്, മറ്റ് ശരീരാവയവങ്ങളെല്ലാം ഉള്ള ഒരു സ്ത്രീ കിടക്കുന്ന പാറയല്ലേ അത്? ഇതാണ് കന്യാകുമാരി ജില്ലയിലെ പൂതപ്പാണ്ടിയിലെ താടകാമല. ഈ മലയെക്കുറിച്ചുള്ള നമ്മുടെ ഐതിഹ്യം ശ്രീരാമന്റെ അമ്പേറ്റ് മരിച്ചു വീണ താടകയുടെ ശരീരമാണ് ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് ഇപ്പോഴും വിശ്വാസം. നിങ്ങൾ ആ മലയിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. രക്തത്തിൻ്റെ നിറത്തിൽ ഒരു ചാല് താഴോട്ട് വരുന്നത് നിങ്ങൾ കണ്ടോ? ഇപ്പോഴും ഇവിടെ രക്തത്തിൻ്റെ നിറത്തിൽ ഈ കറ വരുന്നത് പോലെ പാറയ്ക്കുള്ളിൽ നിന്നും നേര് വന്നുകൊണ്ടേയിരിക്കുന്ന സ്ഥലമാണ്. രാമന്റെ ബാണം ഏറ്റ താടകയുടെ ദേഹത്ത് നിന്ന് നദീപ്രവാഹം പോലെ രക്തം ഭൂമിയിലേക്ക് വന്ന് ഈ പരിസരമാകെ രക്തനദിയിൽ കുളിച്ചതിൻ്റെ ഒരു ഓർമ്മ ഇവിടുത്തെ ഐതിഹ്യത്തിലുണ്ട്. അതിനെ സാധൂകരിക്കും വിധമാണ് ഏത് ഋതുക്കൾ എടുത്തു നോക്കിയാലും ഈ രക്തപ്രവാഹത്തിൻ്റെ ഛായ ഇപ്പോഴും ഈ പാറയിൽ കാണുന്നത്. ഇനി ഞാനിവിടെ എത്താനുള്ള കാര്യവും ഇനി ഇന്ത്യയിലെ ഭക്തർക്ക് ചെയ്യാനുള്ള കർത്തവ്യവും ഒന്ന് സൂചിപ്പിക്കട്ടെ. എൻ്റെ വളരെ ബാല്യകാലത്തെ തന്നെ പൂതപ്പാണ്ടിയിൽ ഒരു രാമപാദ ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കന്യാകുമാരി ജില്ലയിൽ പൂതപ്പാണ്ടി എന്ന സ്ഥലത്താണ്. പൂതപ്പാണ്ടി പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് വലതുവശം സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണ്. അതിപ്രാചീന കാലം മുതൽ ഏറെക്കുറെ രാമായണ കാലം മുതൽ അഗസ്ത്യരുടെ കാലം മുതൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാലം മുതൽ തെക്കേ ഇന്ത്യയിൽ ഇവിടെ നിലനിന്നിരുന്ന ശ്രീരാമപാദ ക്ഷേത്രം. ഈ ശ്രീരാമപാദ ക്ഷേത്രത്തിൻ്റെ നേരെ കിഴക്കുവശത്ത് കാണുന്നതാണ് സുപ്രസിദ്ധമായ പൂതപ്പാണ്ടി മഹാശിവക്ഷേത്രം. 2024 ജാനുവരി 22 തിങ്കളാഴ്ച 12 മണിക്ക് മേൽ നമ്മുടെ ആർഷഭാരതത്തിൽ ചരിത്രപ്രധാനമായ ഒരു മഹാ ഈശ്വരീയ കാര്യം നടക്കുകയാണ്. ഭാരതീയരുടെ ഈശ്വരനായ ആരാധ്യമൂർത്തിയായ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ ഭാരതീയരുടെ ചിരകാല സ്വപ്നമായ ശ്രീരാമക്ഷേത്രം
അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയാണ്. ആസേതു ഹിമാചലം ഉള്ള ഭാരതീയർ ജാതി, മതം, ദേശം ഇതിനെല്ലാം അപ്പുറം അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടതായി. ഇനിയും എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ ആ ജന്മം ഈ ഭാരതഭൂമിയിൽ മതിയെന്നും ഈ ഭാരതഭൂമിയിൽ അങ്ങനെ ഇനിയും ഒരു ജന്മം കിട്ടിയാൽ ശ്രീരാമപാദം ഭജിച്ചും ജപിച്ചും ആ ജന്മത്തിലും ജീവൻ മുക്തി ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഭാരതത്തിലെ സർവ ജനതയുടെയും ആനന്ദാതിരേകം നിറകുംഭമായി അമൃതകുംഭമായി നിറഞ്ഞൊഴുകുന്ന ദിവസമാണ് 2024 ജാനുവരി 22 തിങ്കളാഴ്ച പകൽ 12 മണി മുതലുള്ള സമയം. നവഭാരതത്തിന്റെ ഇങ്ങേയറ്റമായ തെക്കേ അറ്റമായ കന്യാകുമാരിയിലുള്ള ഈ ശ്രീരാമ പാദക്ഷേത്രത്തിലായിരിക്കട്ടെ നമ്മുടെ ആദർശ പുരുഷനായ ശ്രീരാമന്റെ പാദം കുടികൊള്ളുന്നു. ஹரே ராமன். இந்த பூதப்பாண்டி கன்னியாகுமரி மாவட்டத்தில் உள்ள பூதப்பாண்டி வந்து பூதலிங்க சுவாமி இருக்குது. இது வந்து தாடகமலை அடிவாரத்தில் இருக்குது. தாடகமலை வந்து ராமாயணத்தில் பிரசித்தி பெற்ற ஒரு இடம். ராமன் வந்து தாடகையை வதம் செய்ததாட்டு சொல்லப்படுகிறது. அப்போ தாடகை வந்து ஒரு பிறவியில் வந்து எனக்கு இனி பிறவி வேண்டாம் மோட்சம் வேணும்னு கேட்டிருந்தாங்க. அப்போ சிவபெருமான் சொன்னார், உனக்கு ஒரு அடுத்த பிறவி இருக்குது, நீ ஒரு அரைக்கியா பிறப்ப, ஒரு என்னுடைய அவதாரமாட்டு என்னுடைய ஒரு ராமநாட்டு ஒருவர் வந்து உனக்கு மோட்சம் கொடுப்பாரு, அது உனக்கு வந்து மரணம் கிடையாது, அது மோட்சம் அது அப்படிங்கிறாரு. அப்படி இந்த ஊர்ல வந்து தாடையை வந்து வதம் செய்திருக்கு. தாடையை வந்து கூட்டு போயிருக்காரு. அதே போல வந்து ஒரு 1510 கிருஷ்ண பக்தி இயக்கத்தை உலகம் புற கொண்டு வந்து சைத்தன்ய பிரபுன்னு உண்டு, இஸ்கான் ஸ்தாபகர். அவர் பிரிட்டிஷ் டைமில் அவர் வந்து அவருடைய சுயசரிதையில் இருக்காரு. ஏன்னா பழைய ரெக்கார்டில் இந்த ரெக்கார்டு இருக்குது. அதே கேட்டால் அந்த மாதிரி பூதப்பாண்டி கன்னியாகுமரி மாவட்டத்தில் 4 இடத்துக்கு வந்திருக்காரு. அது ஒன்று பூதப்பாண்டி ஒன்று, திருவட்டார் ஒன்று, கன்னியாகுமரி ஒன்று, தோவாளம் ஒன்று, இந்த இடத்துல வந்திருக்காரு. அதில் ஒரு சரித்திரக்கல்ல அவங்களுடைய ஒரு பாதமும் இங்கே இருக்குது. நான் பிறந்த ஊர் சுசீந்திரம். இங்கே கல்யாணம் பண்ணி வந்தேன். சுசீந்திரத்துக்கு நிறைய டூரிஸ்ட் வராங்க. நிறைய அங்கே இருக்க மக்கள் எல்லாருமே நல்ல எப்பவுமே ரொம்ப ஜாலியாக இருக்கிற மாதிரி இருக்கு. அங்கே தொழில் எல்லாமே நல்லா இருக்கு. ஆனால் இவ்வளவு ஆசீர்வாதத்தோடு இருக்கக்கூடிய இந்த பூதப்பாண்டியில் நம்ம பூதலிங்க சுவாமி மலையை சுற்றி வந்தாலே அவ்வளோ பிரச்சனையும் தீந்துரும். ஏதாவது ஒரு சின்ன ஒரு இப்போ சொல்லுவாங்க பேய் பிடிச்சிட்டு அந்த மாதிரிலாம் கூட சொல்லுவாங்க. அவங்க இந்த மலையை சுற்றி வந்தால் அப்பவுமே அவங்களோட பிரச்சனைகள்லாம் நிறைய தீர்ந்துருது. ஏன்னா பூதலிங்கர் வந்து சித்தர் ரூபத்தில் கூட உள்ள இருந்துட்டு இருக்காங்க. அப்போ இங்கே பக்கத்தில் இப்போ சொன்ன மாதிரி ராமரோட பாதம் இருக்கு. நம்ம எல்லாரையுமே பெரியவங்களை வந்து பாதத்தில் விழுந்து தான் நம்ம கும்பிடுவோம். யாரையுமே தலையை தட்டி இது பண்றது இல்லை. நம்ம யார் காலில் விழுந்தாலுமே அவங்க எவ்வளோ கோபத்தில் இருந்தாலும் அவங்கள ஆசீர்வாதம் பண்ணி எழுப்புவாங்க. அப்போ ராமரோட பாதமே எங்கே இருக்கக்கூடிய சமயத்துல நம்ம அவரை தொட்டு வணங்கில நம்மளோட എല്ലാ പാവവും കഴിഞ്ഞു പോയിരും. എല്ലാവർക്കും നമസ്തേ. ഞാനിവിടെ വന്നിട്ട് 45 കൊല്ലമായിട്ടുണ്ട്. ഞാനിവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് വന്ന്. എൻ്റെ പേര് വേലം. ഞാൻ വന്ന പിന്നെ ഈ ഈശ്വരൻ്റെ അടുത്ത് നിന്ന് എനിക്ക് വേറെ എവിടെ ചെന്നാലും എനിക്ക് ഈ സ്ഥലത്ത് വന്നാൽ തന്നെ എനിക്കൊരു നിമ്മതിയും ഒരു സന്തോഷവും കിട്ടും. ഇവിടെ നിന്ന് ഞാൻ എവിടെ ചെന്നാലും രാത്രി എൻ്റെ വീട്ടിൽ ചെന്ന് ഈ ദൈവത്തിനെ തൊഴുതാൽ തന്നെ എനിക്ക് നല്ല സന്തോഷം കിട്ടും. എൻ്റെ മക്കളൊക്കെ ഈ ദൈവത്തിൻ്റെ പുണ്യത്തിൽ നന്നായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ കോവിലൊന്ന് ഇവിടെ ഇങ്ങനെ കിടന്നപ്പം എനിക്ക് വലിയ വിഷമമായിട്ടുണ്ട്. ഒടുക്കം ഈ എല്ലാവരും കൂടെ ചേർന്ന് ഈ കുത്താലിങ്ക അണ്ണനും മുയർച്ചയെടുത്ത് എല്ലാ ആളുകളുടെയും ചെന്ന് പറഞ്ഞു ഈ സ്ഥലത്തിനെ ഇത്തിരി கொஞ்சம் വൃത്തിയാക്കി. പിന്നെ ഈ സ്വാമിജിയുടെ ഈ വരികയും ഞങ്ങൾക്കൊരു വലിയ ഒരു ആശംസ പോലെയാണ് കിട്ടിയത്. എനിക്കൊരു വലിയ சந்தோஷமாயிട്ടുണ്ട്. வணக்கம், என்னோட பேர் பார்வதி. நாங்கள் அடியார் சித்தத்தில் இருக்கிறோம். இந்த கோயில் வந்து ஒரு 500 வருஷத்துக்கு முன்னாடி ராமர் வந்து இங்கே தங்கி அவர் எல்லாருக்கும் ஹரே கிருஷ்ணா ஹரே கிருஷ்ணா ஹரே ராமாங்கிறதுல அவங்க இங்கே வந்து பாடி இந்த பஜனை எல்லாம் பண்ணி அவங்க பேரும் புகழோடு இங்கே இருந்திருக்காங்க. அது இப்போ அது பழுதடைஞ்சு யாருக்குமே தெரியாத அளவுக்கு இருந்தது.
ஆனால் நாங்கள் இப்போ பக்தர்கள்லாம் சேர்ந்து ஒரு சேவையாக எடுத்து அது எல்லாருடைய முயற்சியிலையும் இங்கே ஒரு பக்தர் கூட்டம் ஒரு சேவையாக நாங்கள் வச்சுருக்கோம். ஜெய் ஸ்ரீராம். பாரில் எல்லா தேசங்களில் எங்கள் தேசம் உயர் தேசம். இதனில் நாங்கள் பிறந்துள்ளோம், இதன் உணவுண்டு வளர்ந்துள்ளோம். உயிரை காட்டிலும் உயர்ந்துள்ளது எங்கள் தேசம் உயர் தேசம். இப்படிப்பட்ட இந்த பாரத தேசத்தில் கன்னியாகுமரி மாவட்டத்தினுடைய பூதப்பாண்டி பேரூராட்சிக்கு உட்பட்ட பூதலிங்க சுவாமி சிவகாமி அம்மாளுடைய திருவடிகள் பாதத்தை சமர்ப்பித்து கொண்டு இந்த பூதப்பாண்டி ஊரில் இப்படி ஒரு ராமர் பாதம் திருக்கோயில் முன்னாடி இருந்திருந்தாங்க. அது எப்படி இருந்தாங்கன்னு சொன்னால், மனசுக்கு ரொம்ப பார்க்கறதுக்கு மிக கஷ்டமான சூழ்நிலையில இருந்தது. மீண்டும் ஒரு நம்முடைய சுவாமிஜி வந்தாங்க. ப்ரொஃபசர் தேசியம் சுவாமிஜி அவங்க வந்தாங்க. പല കാര്യങ്ങളും അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഈ പൂതപ്പാണ്ടിയിൽ രാമപാദ ക്ഷേത്രം എവിടെയാണെന്ന് അന്വേഷിച്ചു. പക്ഷെ ഇവിടെ പലർക്കും അങ്ങനെ ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് കേട്ടറിവല്ലാതെ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ തളർന്നില്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും വന്നപ്പോൾ പൂതപ്പാണ്ടി പഞ്ചായത്ത് ഓഫീസിന്റെ ഒരു ചുവര്, ഒരു മതില് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കൽമണ്ഡപത്തിൽ എന്റെ ശ്രദ്ധ പോയി. അവിടെ തമിഴിൽ ആ മണ്ഡപത്തെ കുറിച്ച് രാമപാദ സന്നിധി എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു. അതിനു മുമ്പ് ഇവിടെ പലരോടും ചോദിച്ചിട്ട് ആർക്കും അതിനൊരു വ്യക്തതയില്ല. സംഭവിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, ഏതിനെയും കാലം തളർത്തുമല്ലോ. ഈ രാമപാദ ക്ഷേത്രം എങ്ങനെയോ ദിവസവും പൂജ നടന്നുകൊണ്ടിരുന്ന ഈ സന്നിധിയിൽ പൂജ ഇല്ലാതാവുകയും ക്രമേണ അവിടെ ചപ്പും ചവറും പഴയ മരങ്ങളുടെ തടിയും അങ്ങനെ വേണ്ട എല്ലാം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ എഴുത്ത് പോലും കാണാൻ പറ്റാത്ത തരത്തിൽ ഒരു ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായി ഇത് കിടന്നു. തുടർന്ന് പ്രായം ഏറെ ചെന്ന പൂതപ്പാണ്ടിയിലെ പലരെയും കണ്ടപ്പോൾ ശ്രീമാൻ കുറ്റാലമുള്ള ഇവിടെ രാമപാദ സന്നിധി എന്നവർ പൂതപ്പാണ്ടിയിലെ ചില ഭക്തരെയും എന്റെ നാട്ടിൽ നിന്ന് വന്ന അനിൽ, ശ്രീമാൻ ചന്ദ്രൻ തുടങ്ങിയുള്ള സഹോദരങ്ങളോടും ഒപ്പം ആ രാമ സന്നിധിയിലെ ചപ്പുചവറുകളും മരങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ അന്ന് തന്നെ രാമപാദം ഏകദേശം രാമായണത്തോളം പഴക്കമുള്ള കാലത്ത് രൂപപ്പെട്ട പാറയിൽ കൊത്തിയ ഈ രാമപാദം പുറത്തു കാണാൻ കഴിഞ്ഞു. അവിടെ മാത്രം വൃത്തിയാക്കി ഒരു വിളക്ക് സംഘടിപ്പിച്ച് അവിടെ ദീപം തെളിയിക്കുകയും ആരതി കത്തിക്കുകയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് അനേകം യോഗങ്ങൾ ഇവിടെ കൂടി കമ്മിറ്റി എടുത്തു. പൂതപ്പാണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ഭക്തരും കൂടി
ഇതിനെ വൃത്തിയാക്കുകയും ശുചീകരിക്കുകയും പെയിന്റ് അടിക്കുകയും അവിടെ ഗേറ്റിടുകയും ചോർച്ച അടയ്ക്കുകയും മേൽഭാഗം ഭംഗിയാക്കുകയും അതിര് തിരിക്കുകയും എല്ലാം ചെയ്തു. അതിൽ ഈ പൂതപ്പാണ്ടിയിലെ തദ്ദേശ ഭരണത്തിന്റെ സഹോദരങ്ങളേറെ സഹായിച്ചു, മറ്റുള്ളവരും സഹായിച്ചു. എന്തായാലും അത് മുതൽ ഇവിടെ നിത്യദീപവും നിത്യപൂജയും നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ ഇസ്കോൺ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സംഘത്തിന്റെ സ്ഥാപക ഗുരുവിന്റെ ജീവചരിത്രത്തിൽ പൂതപ്പാണ്ടിയിലെ ഈ രാമപാദ ക്ഷേത്രത്തിൽ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരും ഇതെവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവർക്കും കണ്ടെത്താൻ പറ്റിയില്ല. ഞങ്ങൾ ഇപ്രകാരം ഇത് വൃത്തിയാക്കി അങ്ങനെ ദീപം കത്തിച്ച് കഴിഞ്ഞതും വീണ്ടും അവർ വന്നപ്പോൾ അവരുടെ ഗുരു ഇവിടെ ദിവസങ്ങൾ ധ്യാനിച്ച് തപോനിഷ്ഠയിൽ ഇരുന്ന സ്ഥലം അവർക്ക് കണ്ടെത്താൻ കഴിയുകയും അത് ഈ രാമപാദ മണ്ഡപത്തിലായിരുന്നു ആ മഹാഗുരു ഇരുന്ന് ജപിച്ചിരുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ആ സ്ഥലത്ത് ഇസ്കോൺ ഒരു മാർബിൾ കല്ലിൽ അവരുടെ ഗുരുവിന്റെ പേരും അദ്ദേഹം ജപിച്ചിരുന്ന സ്ഥലവും ശ്രീരാമ പാദവും അവിടെ പ്രത്യേകം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ അയോധ്യ പോലെ ദക്ഷിണേന്ത്യയിൽ രാമായണ കാലത്ത് തന്നെ രൂപപ്പെട്ട ഈ ശ്രീരാമ പാദക്ഷേത്രം ഇനി ഇന്ത്യയിലെ ഭക്തജനങ്ങളുടെ അനാസ്ഥ കൊണ്ടോ അനൈക്യം കൊണ്ടോ നാശോന്മുഖമാകാതിരിക്കാൻ ഓരോ ഭക്തരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇവിടെ എന്താണ് പ്രാധാന്യം? ഞാൻ അങ്ങോട്ട് കടക്കാം. വിശ്വാമിത്ര മഹർഷി ദശരഥനെ സമീപിച്ചു. രാമലക്ഷ്മണന്മാരെ എന്റെ കൂടെ വിടണം, ഞാൻ യാഗം ചെയ്യാൻ പോവുകയാണ്, രാക്ഷസന്മാരുടെ ശല്യമുണ്ട്, ആ രാക്ഷസന്മാരിൽ നിന്നും എന്നെ രക്ഷിക്കാൻ, എന്റെ യാഗം വിജയിപ്പിക്കാൻ മക്കളെ വിടണമെന്ന് പറയുകയും മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ദശരഥ മഹാരാജാവ് രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രന്റെ കൂടെ വിടുകയും ബാലന്മാരായിരുന്ന രാമലക്ഷ്മണന്മാരെ കൊണ്ട് വിശ്വാമിത്ര മഹർഷി നടക്കുകയും കുറെ നടന്നപ്പോൾ രാമലക്ഷ്മണന്മാർക്ക് ക്ഷീണം വന്നപ്പോൾ അവർക്ക് ക്ഷീണമുണ്ടാകാതിരിക്കാൻ ബല അതിബല എന്ന മന്ത്രം അവർക്ക് നൽകി വിശപ്പും ദാഹവും ക്ഷീണവും വരാതിരിക്കാൻ അവരെ വിശ്വാമിത്രൻ കാത്തുരക്ഷിച്ചു. അങ്ങനെ അവര് നടന്നു വരവേ ഒരു വലിയ പാറ, ഞാനിപ്പോ ഇരിക്കുന്നതും പാറയാണ്. ഈ പൂതപ്പാണ്ടി എന്ന സ്ഥലത്ത് ഞാൻ ഇരുന്നപ്പോ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിനെയാണ്. നേപ്പാളിലെ കാഠ്മണ്ഡു എന്ന് പറഞ്ഞാൽ 4 വശത്തും ഹിമാലയ പർവ്വതവും നടുക്ക് വയലേലകൾ പോലുള്ള ഒരു വിസ്തൃതമായ സ്ഥലവുമാണ്. അവിടെയാണ് പ്രസിദ്ധമായ പശുപതീശ്വര ക്ഷേത്രം. അതുപോലെ 4 ഭാഗത്തും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പൂതപ്പാണ്ടി. ഈ പൂതപ്പാണ്ടി അങ്ങോട്ട് വിട്ടാൽ ഉടൻ തന്നെ ആലുവാമൂഴി എന്ന് പറയുന്ന പണ്ട് സ്വദേശാഭിമാനിയെ തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തിയ സ്ഥലത്തെത്തും. കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളിൽ
ഒന്നാണ് ഈ ആലുവാമുടി. അങ്ങനെയുള്ളതായ ഈ പൂതപ്പാണ്ടി പ്രദേശത്തിന് രാമായണ കാലത്തുണ്ടായിരുന്ന പേര് കരൂഷമെന്നായിരുന്നു. ഈ കരൂഷമെന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും പെട്ടെന്ന് ആവേശത്തുകൂടെ ഒരു പാറ ഉയർന്നു വരുന്നു. വിശ്വാമിത്രൻ ഒന്ന് തലപൊക്കി നോക്കിയപ്പോൾ ഇതെന്തുപാട് ഒരു പാറ വരുന്നു. ഈ പാറ ആര് വിട്ടതാണ്? താടക രാമലക്ഷ്മണന്മാരെയും വിശ്വാമിത്രനെയും കൊല്ലാനായിട്ട് എറിഞ്ഞ പാറയാ. സമയം കളയാതെ ശ്രീരാമൻ ഒരു അമ്പെടുത്ത് ഈ പാറയുടെ നേർക്ക് തൊടുത്തു. ശ്രീരാമന്റെ അമ്പ് കൊണ്ട് ഈ പാറ തവിട് പൊടിയായി. തന്റെ ശ്രമം വിഫലമായപ്പോൾ താടകയ്ക്ക് അരിശം കൂടുതൽ വർദ്ധിച്ചു. താടക ശ്രീരാമനോട് ഏറ്റുമുട്ടാൻ തയ്യാറായി. ശ്രീരാമൻ ഒരു അമ്പെടുത്ത്, ഒറ്റ അമ്പേ എടുത്തുള്ളൂ, ആ അമ്പ് കൊണ്ട് തന്നെ താടകയെ എയ്തു കൊന്നു. താടകയുടെ ശരീരം ഒരു മഹാമലയായി ഒരു സ്ത്രീ രൂപത്തിൽ വീഴുകയും, ആ പാറയാണ് താടകയുടെ ശരീരമാണ് നിങ്ങൾ പുറത്ത് എന്റെ പിൻഭാഗത്ത് കാണുന്നത്. താടകയാകട്ടെ ഒരു ഗന്ധർവകുമാരിയായി സൂക്ഷ്മ ശരീരത്തിലൂടെ ശ്രീരാമന്റെ സമീപത്തെത്തി, എനിക്ക് മോക്ഷം തന്ന അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങേക്ക് നന്ദി നമസ്കാരം പറയുകയും, ശരി താടകേ, നിനക്ക് മുക്തി കിട്ടിയിരിക്കുന്നു, നീ വീണ്ടും ഗന്ധർവകുമാരിയായി ജീവിക്കൂ എന്നും പറഞ്ഞു. എന്താണ് താടകയ്ക്ക് ഇത് സംഭവിച്ചത് പറയാം. താടക സുകേതു എന്ന് പറയുന്ന ഒരു മഹാരഥന്റെ മകളായിരുന്നു. ഈ താടകയെ സുന്ദർ എന്ന് പറയുന്ന ഒരാളിന് ഈ ഗന്ധർവകുമാരിയെ പിതാവ് വിവാഹം കഴിച്ചു കൊടുത്തു. താടകയ്ക്ക് 1000 ആനയുടെ ശക്തി ഉണ്ടായി. താടക ഇങ്ങനെ കഴിയവേ താടകയ്ക്ക് 2 മക്കൾ ജനിച്ചു. ഒന്ന് മാരീചനും ഒന്ന് സുബാഹു. അങ്ങനെ ഇരിക്കെ താടകയുടെ ഭർത്താവ് സുന്ദർ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അഗസ്ത്യ മഹർഷിയുടെ ആശ്രമം നശിപ്പിച്ചു. അത് തീയിടാൻ ആരംഭിച്ചു. ക്രോധം വന്ന അഗസ്ത്യ മഹർഷി ഒരേ ഒരു നോട്ടത്തോടെ താടകയുടെ ഭർത്താവിനെ ചാമ്പലാക്കി ചുട്ടരിച്ചു. തന്റെ ഭർത്താവിനെ ചുട്ടരിച്ച അഗസ്ത്യരോട് താടകയ്ക്ക് എന്തെന്നില്ലാത്ത, അന്ന് താടക ഗന്ധർവകുമാരിയ, ആ ഗന്ധർവ യുവതിക്ക് എന്തെന്നില്ലാത്ത അരിശമായി. ആ ഗന്ധർവകുമാരി തന്റെ മക്കളായ മാരീചനോടും സുബാഹുവിനോടും ഒപ്പം അഗസ്ത്യരോട് ഏറ്റുമുട്ടാൻ ചെന്നു. അഗസ്ത്യർ ഈ താടകയെ ശപിച്ചു. നീ ഒരു രാക്ഷസിയായി മാറട്ടെ. താടക തന്റെ
ദുര്യോഗം മനസ്സിലാക്കി അഗസ്ത്യരുടെ പാദം പിടിച്ചു ശാപത്തിന് മോക്ഷം യാചിച്ചു. അപ്പോ അഗസ്ത്യർ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഇങ്ങനെ രാക്ഷസിയായി ജീവിക്കുമ്പോൾ ഒരു നാൾ നീ ശ്രീരാമൻ എന്ന ബാലരാമനെ സഹോദരനായ ലക്ഷ്മണനോടൊത്ത് അവരുടെ ഗുരുവോടൊപ്പം വിശ്വാമിത്രനോടൊപ്പം കണ്ടുമുട്ടും. അന്ന് രാമദർശനത്തോടെ രാമൻ അയക്കുന്ന ബാണത്തോടെ നിനക്ക് മുക്തി ലഭിക്കും. എന്നിട്ട് അഗസ്ത്യർ ഈ താടകയ്ക്ക് 10,000 ആനയുടെ ശക്തിയും മായാവിയാകാനുള്ള ശേഷിയും നിന്ന നിലയിൽ മറയാനും എവിടെ മറഞ്ഞാലും തിരിച്ച് രൂപമെടുക്കാനും രൂപമില്ലാതെ ആരുടെയും അടുത്തു പോകാനും എന്ത് ചെയ്യാനും അടുത്തു ചെല്ലാതെ പാറയെയും പർവ്വതത്തെയും നോട്ടം കൊണ്ടെടുത്ത് താൻ ഇച്ഛിക്കുന്നത് പോലെ എറിയാനും കളയാനും എല്ലാം ഉള്ള ശേഷി നേടി. ഈ നേരത്തെ പറഞ്ഞ ആരൂഷമെന്ന് പറയുന്ന ഈ കരൂഷമെന്ന് പറയുന്ന ഈ കാനനത്തിൽ ഇങ്ങനെ കഴിഞ്ഞു. രാക്ഷസന്മാരോ അസുരന്മാരോ ദേവന്മാരോ എന്തിന് ഒരു ചെറു പ്രാണികൾ പോലും ഈ താടകാവനത്തിൽ വരാതെയായി. അങ്ങനെ ഏകചക്രാധിപതിയായി ഈ കാട്ടിൽ താടക സകുടുംബം വസിക്കുമ്പോഴാണ് അഗസ്ത്യർ അവിടെ വരുന്നത്. ആദ്യം ഭർത്താവ് അങ്ങനെ, തുടർന്ന് താടകയും തന്റെ മക്കളും കൂടി അഗസ്ത്യരുടെ അടുത്തെത്തി. അപ്പോഴാണ് ഇങ്ങനെ താടകയെ ശപിക്കുന്നത്. ആ ശാപത്തിന്റെ ഫലമെന്നോളം വിശ്വാമിത്ര മഹർഷിയും ലക്ഷ്മണനും ശ്രീരാമനും കൂടെ വരുമ്പോൾ താടക അവരോട് ഏറ്റുമുട്ടാൻ പോവുകയും രാമന്റെ ബാണമേറ്റു താടക മരിക്കുകയും താടകയുടെ പുറം ശരീരം ഈ പുറത്തു കാണുന്ന പിൻഭാഗത്ത് കാണുന്ന മലയായി പരിണമിക്കുകയും സൂക്ഷ്മ ശരീരം പഴയതുപോലെ പവിത്രമായി ശ്രീരാമപാദത്തിൽ നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ താടകയെ അമ്പയ്യാൻ ശ്രീരാമൻ നിന്ന സ്ഥലത്താണ് ആ രാമായണ കാലത്തെ രൂപപ്പെട്ടതെന്ന് പറയുന്ന ഈ രാമപാദ ക്ഷേത്രം രൂപം കൊണ്ട്. ഇവിടെ ഞാൻ ഒരു അഭ്യർത്ഥന കൂടെ നടത്തുകയാണ്. ഇന്ത്യയിലെ പുരാവസ്തു ഗവേഷകർ ഈ ശ്രീരാമപാദത്തിന്റെ കാലയളവൊന്ന് പരിശോധിക്കണം. ഐതിഹ്യം ഇങ്ങനെയാണ്. എന്തായാലും ഈ തട്ടകം മുഴുവൻ, ഇപ്പോൾ ഇവിടെ വനമല്ല, ഈ തട്ടകം മുഴുവൻ രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ചില സ്ഥലങ്ങളുണ്ട്. പരശുരാമനും ശ്രീരാമനും ഏറ്റുമുട്ടിയതായി പറയുന്ന സ്ഥലം. അങ്ങനെ പരശു വച്ച സ്ഥലമാണത്രേ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള പരശു വയ്ക്കൽ. അമ്പ് ഊരാൻ പറഞ്ഞപ്പോൾ അമ്പ് ഊരിയ സ്ഥലമാണത്രേ അമ്പൂരി. അമ്പ് എയ്തപ്പോൾ കൊണ്ട സ്ഥലമാണത്രേ അമ്പ് എയ്താൻ അമ്പ് കൊണ്ടാൻ കാണി. ധനുസ് വില്ല് വച്ച സ്ഥലമാണത്രേ ധനുവച്ചപുരം. അങ്ങനെ നമ്മൾ നോക്കിയാൽ അമ്പ് ഊരാൻ പറഞ്ഞ സ്ഥലമാണത്രേ ഊരമ്പ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ താടകയും രാമനുമായിട്ടുള്ള ഐതിഹ്യം ഇവിടെ കിടക്കുന്നു. ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ പോയാൽ
തമിഴ്നാട്ടിൽ വള്ളിയൂരിൽ നിന്നും 18 കിലോമീറ്റർ തെക്കോട്ട് വന്നാൽ, ഇവിടുന്ന് 18 കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ വിജയാപതി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട്, രാധാപുരത്തിന്റെ അപ്പുറത്ത്. അവിടെയാണ് വിശ്വാമിത്രന്റെ ആശ്രമം. ആ വിശ്വാമിത്രന്റെ ആശ്രമത്തിൽ കടലിൽ നിന്നും ജലം വന്ന് അദ്ദേഹം ഹോമം ചെയ്യുമായിരുന്ന ഹോമകുണ്ടത്തിൽ വീഴുന്ന ഒരു ചാലുണ്ടായിരുന്നു. ആ കടൽച്ചാൽ ഇപ്പോഴുമുണ്ട്. വിശ്വാമിത്രൻ അവിടെ ഗണപതി ഹോമം ചെയ്യുമ്പോഴുള്ള ഹോമഗണപതി ഇപ്പോഴും ആ വിജയാപതിയിലെ ശിവക്ഷേത്രത്തിലുണ്ട്. ഞാൻ പറഞ്ഞ ഈ സ്ഥലത്ത്, വിശ്വാമിത്രന്റെ ആശ്രമം നിന്ന സ്ഥലത്ത് ഇപ്പോഴും വിശ്വാമിത്ര ക്ഷേത്രമുണ്ട്. ഈ ഞാനിരിക്കുന്ന ഇവിടെ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ പോകുമ്പോൾ ഇപ്പോൾ ISROയുടെ സ്ഥാപനമുള്ള മഹേന്ദ്രഗിരി, അതിന്റെ പരിസരത്ത് രാമായണവുമായി ബന്ധപ്പെട്ട് ഒരു നദിയുണ്ട്. അതിന്റെ പേരാണ് ഹനുമാനാർ. ഈ ഹനുമാനാർ എങ്ങനെ ഉണ്ടായി? അതായത് ശ്രീരാമൻ ഹനുമാനോട് ഒറ്റമൂലി കൊണ്ടുവരാൻ പറഞ്ഞയച്ചപ്പോൾ ഒറ്റമൂലി ഉണ്ടായിരുന്ന ആ പർവ്വതത്തിന്റെ ഭാഗമെടുത്ത് ഹനുമാൻ വരുമ്പോൾ അദ്ദേഹത്തിന് നല്ലവണ്ണം ദാഹിച്ച അദ്ദേഹം ഒരു കൈയിൽ ആ മലയെ താങ്ങിയിട്ട് മറ്റേ കൈ കൊണ്ട് അവിടെ തറയിൽ ദീർഘമായി തോണ്ടിയപ്പോൾ അവിടെ നീരുറവ വരികയും അതൊരു ആറായി മാറുകയും ചെയ്തു എന്നും അതിൻ്റെ പേരാണ് ഹനുമാനാർ. ഇപ്പോഴത്തെ കന്യാകുമാരി കാശ്മീർ ബൈപ്പാസിന്റെ സൈഡിൽ ആ പണകുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശ്രീരാമന്റെ ക്ഷേത്രമുണ്ട്. ആ ഭാഗത്താണ് ഇത്. ചുരുക്കത്തിൽ രാമായണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടുന്ന് അതുപോലെ തന്നെ ഏകദേശം ഒരു 17-20 കിലോമീറ്ററിനടുത്തേ ഉള്ളൂ കന്യാകുമാരി. അതുകൊണ്ട് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ശ്രീരാമ ഭക്തർ 2024 ജാനുവരി 22 അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കണ്ടാനന്ദിക്കുമ്പോൾ നിങ്ങളുടെ ഈ ജന്മത്തെ ഒരു കർത്തവ്യവും കടമയുമായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ ഭൂതപ്പാണ്ടിയിലെ ചരിത്രാതീത കാലത്തെ നിലവിൽ നിൽക്കുന്ന ഈ ശ്രീരാമപാദ ക്ഷേത്രം നിങ്ങൾ ശാശ്വതമാക്കാൻ നിങ്ങളാൽ കഴിയുന്ന സഹകരണം ചെയ്യണം. എന്നെപ്പോലെ ഒരു എളിയ ഭക്തനെ അജ്ഞാതമായി കിടന്നിരുന്ന ഈ സന്നിധിയെ കണ്ടെത്താനും ഇങ്ങനെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനും അത് ഇനി അന്തത്തിരി അണയാതെ നിലനിർത്താനും കഴിയും എന്നത് ഈശ്വരാനുഗ്രഹമാണ്. ശേഷിച്ചതെല്ലാം ഈ രാജ്യത്തെ ഈശ്വര ഭക്തന്മാർക്കായിട്ട് ഞാൻ വിടുന്നു. എനിക്കിതിന് അവസരം തന്ന ശ്രീരാമചന്ദ്ര ഭഗവാനോടും മറ്റ് ഈശ്വരന്മാരോടും ദേവകളോടും ഈ ഞാനിരിക്കുന്ന ഈ പാറയുടെ പിന്നിലുള്ള ശിവ കാമിയോടും ഞാൻ എൻ്റെ അകൈതവമായ നന്ദി അർപ്പിക്കുന്നു. നമസ്കാരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ
Rama Rama Hare 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 Krishna 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 Hare Hare Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare Hare